നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്ന മെസ്സേജുകൾ പലപ്പോഴും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് ആരെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് വാട്സപ്പ് ഓപ്പൺ ചെയ്യണം. ആ നോട്ടിഫിക്കേഷൻ ശബ്ദം കേട്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യും. എന്നിട്ട് വാട്സപ്പിൽ നിന്ന് റീപ്ലൈ കൊടുക്കാറൊക്കെയാണ് ചെയ്യാറുള്ളത്. അത് നമ്മൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ ഇരുന്നുകൊണ്ട് നമ്മൾ വാട്സപ്പിൽ റീപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിനകത്ത് റീപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുന്നിലേക്ക് തന്നെ വാട്സപ്പ് വരികയും നമുക്കത് റീപ്ലൈ കൊടുക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ ഇതാ ഉദാഹരണത്തിന് കാണാൻ സാധിക്കും, ഇതാ ഇതുപോലെ ഒരു ബബിൾ കാണാൻ സാധിക്കും. ഇതാ ഇത്രയും പേര് ഇപ്പോൾ ഈ സമയത്ത് മെസ്സേജ് അയച്ചവരാണ്. അവരുടെയൊക്കെ ഓരോ ഹെഡ് കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ആരോടാണ് റീപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്കതിന് ആ മെസ്സേജിക്ക് റീപ്ലൈ കൊടുത്ത് നമുക്ക് ആ ബബിൾ അങ്ങ് വിട്ടുകൊടുക്കാൻ സാധിക്കും. അപ്പോൾ ആ ബബിൾ അങ്ങ് പോയി. അതുപോലെ തന്നെ മുകളിൽ ഓരോ വ്യക്തികളെ കാണാൻ സാധിക്കും. ഇതിൽ ഏത് വ്യക്തിക്കാണ് നമുക്ക് റീപ്ലൈ കൊടുക്കേണ്ടെങ്കിൽ ആ വ്യക്തിയെ സെലക്ട് ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ നിന്ന് ആ വ്യക്തി അങ്ങ് പോവുകയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തു. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് വാട്സപ്പിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ബബിൾ കാണാൻ സാധിക്കും. ആ ബബിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യക്തിക്ക് ഇതുപോലെ റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. മുകളിൽ ഈ ലൈനിങ് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതിലേത് വ്യക്തിക്കാണ് വേണ്ടെങ്കിൽ ആ വ്യക്തിയെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ വ്യക്തിക്ക് പ്രത്യേകമായിട്ട് നമുക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. നമ്മൾ തൽക്കാലം ഇന്ന് ബബിൾ ചാറ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് വാട്സപ്പിൽ ബബിൾ ചാറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ബബിൾ ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 1-2 പെർമിഷൻസ് കൊടുക്കാനുണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് എനേബിൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ വാട്സപ്പിലേക്ക് പോകാം. ഇനി ഞാൻ ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ ഒരു വാട്സപ്പിൽ നിന്ന് ഞാൻ എൻ്റെ ഇപ്പോൾ ഇത് എനേബിൾ ചെയ്ത വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു ഹായ് എന്നൊരു മെസ്സേജ് സെൻഡ് ചെയ്തു. കാണാൻ സാധിക്കും ദാ ബബിൾ വന്നിട്ടുണ്ട്. ഈ ബബിൾ കാണാൻ സാധിക്കും. ഈ ബബിളാണ് ഇനി വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ഉള്ള വ്യക്തികളുമായിട്ട് ചാറ്റ് ചെയ്യും. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ ഇരുന്ന് നമ്മൾ വീഡിയോ കാണുമ്പോൾ വാട്സപ്പിൽ നമ്മളെ സുഹൃത്തുക്കൾ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഇതുപോലെ കാണാൻ സാധിക്കുക. നമ്മുടെ സ്ക്രീനിൽ ഇതാ ഇതുപോലെ ഹെഡ് കാണാൻ സാധിക്കും. ഈ ഹെഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഹെഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അദ്ദേഹത്തിന് നമുക്ക് ആ മെസ്സേജ് അയച്ച വ്യക്തിക്ക് നമുക്ക് റീപ്ലൈ ഇതുപോലെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഹെഡിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. ഇനി മുകളിൽ നമുക്ക് അടുത്ത വ്യക്തി ആരാണെങ്കിൽ അയാളെ സെലക്ട് ചെയ്യുക. അയാൾക്കും ഇതുപോലെ റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. അയാളുടെ മെസ്സേജിക്കും നമുക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ വ്യക്തികളെയും മുകളിൽ കാണാൻ സാധിക്കും. നമുക്ക് മെസ്സേജ് വന്ന വ്യക്തികളൊക്കെ അവർക്കൊക്കെ റീപ്ലൈ കൊടുത്തതിന് ശേഷം താഴേക്ക് വലിച്ചുകൊണ്ട് ഈ ഇൻറ്റു ബട്ടണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി അങ്ങ് ഓഫായി പോവുകയും ചെയ്യും. ഇനി അടുത്ത മെസ്സേജ് വരുമ്പോൾ വീണ്ടും ബബിളായിട്ട് നമുക്ക് വരും, റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ വാട്സപ്പിലേക്ക് പോകാതെ നമുക്ക് നമ്മുടെ ഏത് പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ ഉള്ളതെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കാണാൻ സാധിക്കും അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ നമുക്ക് അദ്ദേഹത്തോട് ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓർക്കുക, വോയിസ് മെസ്സേജും അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലേക്ക് തന്നെ പോകണം. ചാറ്റ് മെസ്സേജുകൾക്ക് മാത്രമാണ് ഈ ഒരു സൗകര്യമുള്ളത്. ഇതിലൂടെ നമ്മൾ ചാറ്റ് റീപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബ്ലൂ ടിക്ക് കാണിക്കില്ല. കാരണം അവർ നമ്മൾ ഓൺലൈനിലുണ്ടെന്ന് കാണിക്കില്ല. പക്ഷെ നമുക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് മെത്തേഡ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ബബിൾ നമുക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിവിടെ ബബിൾ ചാറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക.
താഴെ കാണുന്ന ഭാഗത്ത് ഡിസേബിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ആവശ്യം വരുമ്പോൾ ഇത് എനേബിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ ഇത് വീണ്ടും എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇവിടെ നമുക്ക് ഈ ഒരു ബബിളുടെ സൈസ് നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും സാധിക്കും. ഇവിടെ ഇപ്പോൾ ഉള്ള നോർമലാണ്, സ്മോൾ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം, വെരി ലാർജ് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ബബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബബിൾ വരുമ്പോൾ അതിന് സൗണ്ട് കൊടുക്കണമെങ്കിൽ ഈ സൗണ്ട് ഭാഗത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ സൗണ്ട് മാറ്റാൻ സാധിക്കും. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഡെമോ ബബിൾ, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബബിൾ വരുന്നതെന്ന് നമുക്ക് ഈ ഓപ്പൺ എന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതുപോലൊരു ബബിളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഈ ബബിൾ ഒന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ റീപ്ലൈ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ബബിൾ ഒന്ന് വീണ്ടും ക്ലിക്ക് കഴിഞ്ഞാൽ ആ ഒരു ബബിൾ നമുക്ക്, ആ ഒരു ചാറ്റ് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.